ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത് ഞാനൊരു സ്റ്റഡി വ്ളോഗാണെന്ന ഉദ്ദേശത്തിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇതിന് സ്റ്റഡി വ്ളോഗ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിൽ സ്റ്റഡി അത്രയ്ക്ക് നടക്കണില്ല, ബാക്കി പല കാര്യങ്ങളും ഇതിലങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫായിട്ട് കണക്ക് കൂട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പെട്ടെന്നാണ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. നോമ്പായതുകൊണ്ട് ഫുഡ് കഴിക്കണമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലെ പല്ല് തേച്ച് കഴിഞ്ഞ് ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുളിക്കാൻ പോയി. കാരണം പഠിക്കാനാണല്ലോ ഉദ്ദേശം. പഠിക്കണം എന്നുണ്ടെങ്കിൽ കുളിക്കണം, കുളിച്ചാലുള്ള ഒരു മൂടൊക്കെ വരുള്ളൂ. അങ്ങനെ കുളിച്ച് സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പഠിക്കാൻ പോവാം. അതിനു മുമ്പ് ചെറിയൊരു സ്കിൻ കെയർ ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതുവരെ ഈ ഡോട്ട് ആൻഡ് കീൻ്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്തോക്കെ, അടിപൊളിയാണ് കേട്ടോ. എൻ്റെ ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞ് ഞാൻ പുതിയ ബോട്ടിൽ വാങ്ങി. ഞാൻ സ്കിൻ കെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു വിറ്റമിൻ സി സീറാണ് കേട്ടോ. എനിക്ക് പഠിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പണി എടുക്കാൻ പോവുകയാണെങ്കിൽ കൂടി എനിക്ക് വെറുതെ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ ഒരു ലിപ്സ്റ്റിക്ക് താത്ത പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണ് നിങ്ങൾക്ക് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് നൈക്കേൻ്റെ ചായ് 18 എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡിൽ വരുന്നില്ല ലിപ്സ്റ്റിക്കാണ്. ഇത് പണ്ട് ഭയങ്കര ചെറുതായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ പാക്കേജിങ് ആൻഡ് അതിൻ്റെ ആ ഒരു പെട്ടിയൊക്കെ മാറ്റിയിട്ടുണ്ട്, കുപ്പിയൊക്കെ മാറ്റി ഇപ്പോൾ കുറച്ച് വലുതാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ശരിക്കത്തെ റേറ്റ് 749 ഓഫറിൽ എന്തോ കിട്ടിയിട്ടാണ് കുട്ടി ഇത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു അടിപൊളി ന്യൂഡ് ഷെയ്ഡാണ്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. നമ്മൾ സംസാരിച്ചിരുന്ന സമയം കളഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പഠിക്കാം. കാരണം അടുത്ത മാസം എക്സാമാണ്. പഠിക്കുന്നതിന് മുമ്പ് എനിക്കൊരു ടൈം ടേബിൾ എഴുതി വെക്കണം, അതേപോലെ തന്നെ പ്ലാനിങ് എഴുതി വെക്കുക എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. അത് ഈ ചാനൽ തുടങ്ങിയ പരിപാടി എന്നുള്ളത്. എനിക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പ്ലാനർ ഉണ്ടാക്കണം ഫസ്റ്റ്. അതിന് തന്നെ 2 ദിവസം ഉണ്ടാകും. ആ ഒരു പ്ലാനർ ഉണ്ടാക്കി സെറ്റാക്കിയിട്ട് മൂടൊക്കെ റെഡിയായി വന്നാലുള്ളൂ എനിക്ക് പഠിക്കാൻ എൻ്റെ തുടങ്ങുള്ളൂ. പ്ലാനിങ് ഒക്കെ ഡെയിലി നടക്കലുണ്ട്. ഇതിപ്പോൾ ഒന്നാമത്തെ പ്ലാനിങ് ഉണ്ടാക്കി വെച്ചിട്ട് അത് കൊളായിട്ടുണ്ടെങ്കിൽ അതേ സാധനം പിറ്റേ ദിവസത്തെ ഡേറ്റ് വെച്ചിട്ട് ഞാൻ പിന്നെയും ഉണ്ടാക്കും. അങ്ങനെ പ്ലാൻ ചെയ്ത് കുറേ സമയം പോകും കേട്ടോ. ഇപ്പം തന്നെ ഞാൻ 1.5 മണിക്കൂർ ആ പ്ലാൻ ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടൈമില്ല, പറഞ്ഞ സമയത്ത് നമുക്ക് പഠിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ പ്ലാനിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി പ്ലാനിങ് ആയിരിക്കും കേട്ടോ. അതേപോലെ കറക്റ്റായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ എവിടെ എത്തി ആ എഴുതി വെക്കണ പോലെ കറക്റ്റായിട്ട് എഴുതണം. അതേപോലെ തന്നെ ഞാൻ പഠിക്കണമെങ്കിൽ ഞാനൊക്കെ പഠിപ്പ് എന്ന് പറഞ്ഞാൽ പോലെ എൻ്റെ അപ്പുറത്തേക്ക് എത്തും ഞാൻ. ഫസ്റ്റ് നമ്മൾ എക്സാം ടൈം ടേബിൾ എഴുതിയെടുക്കണം. പിന്നെ എക്സാമിന് എത്ര ടൈം ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ആ ടൈം ഡിവൈഡഡ് ഇൻറ്റു എത്ര സബ്ജക്റ്റ് ഉണ്ടോ അത് ഡിവൈഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡിവൈഡ് ചെയ്ത ദിവസം ഡിവൈഡഡ് ഇൻറ്റു എത്ര ചാപ്റ്റർ ഉണ്ടോ അങ്ങനെ ഡിവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റഡി പ്ലാനർ ഉണ്ടാക്കുന്നത്. അതിൽ ഒരു ദിവസം തെറ്റിയുണ്ടല്ലോ നമ്മുടെ ആ പ്ലാൻ മൊത്തം തെറ്റിട്ടോ. പിന്നെയും ഒന്നും കൂടി ഡിവൈഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാം കൊളാവും. അങ്ങനെ കൊളാവാലുണ്ട്, ഞാനങ്ങനെ കറക്റ്റായിട്ട് ചെയ്യലില്ല. അതാണ് പ്രശ്നം. എനിക്ക് പിന്നെ ഈ ചൂടൊക്കെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് തൊട്ടടുത്ത് എത്തണം. ഇനി നമ്മൾ ആ ഡിവൈഡ് ചെയ്ത ദിവസത്തിൽ നമ്മൾ ടൈമും ഡിവൈഡ് ചെയ്യും. ഇത്ര ടൈം ഫോർ ഇത്ര ചാപ്റ്റർ, ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ ഇത്ര ടൈം, മറ്റൊരു ചാപ്റ്റർ പഠിക്കാൻ അത്ര ടൈം. ആ ഒരു ദിവസം നമ്മൾ എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതും നമുക്ക് എപ്പോഴൊക്കെയാണോ മൂഡിനനുസരിച്ചിട്ടുള്ള സമയമായിരിക്കും നമ്മൾ അതിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കുക. എന്തെങ്കിലും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്നതായിരിക്കാം. ഇതൊക്കെ റെഡിയാക്കി ഞാൻ ടൈമും ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് വിചാരിക്കും, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ പ്രോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ആ ഒരു ടെക്നിക്കിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 25 മിനിറ്റ് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ കറക്റ്റ് ടൈം വെച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം ബോറടിക്കാണ്ട് കുറേ പഠിക്കാൻ പറ്റും. പിന്നുള്ളൊരു സ്റ്റഡി മെത്തേഡാണ് ബ്ലേർട്ടിങ്. അതായത് നമ്മൾ പഠിച്ചിട്ട് നമ്മളത് കാണാതെ വന്ന് എഴുതുക. അപ്പോൾ അത് കുറച്ചും കൂടി നല്ലതാട്ടോ. ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്ലേർട്ടിങ് മെത്തേഡാണ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കാണാതെ പഠിക്കുക, എന്നിട്ട് വന്നിട്ട് എഴുതുക. അപ്പോൾ നമുക്കൊരു ഓർമ്മ ഉണ്ടാവും. പിന്നെ നമ്മൾ അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എഴുതിയാലും മതി. പിന്നെ എക്സാമിൻ്റെ സമയത്ത് നമുക്ക് ആ ഷോർട്ട് നോട്ട്സ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു ഓർമ്മ കിട്ടും. ആ ഒരു ദിവസം എൻ്റെ പഠിക്കലിൻ്റെ മൂഡ് അപ്പം തന്നെ കഴിഞ്ഞപ്പോൾ ഞാനത് അവിടെ തന്നെ നിർത്തിയിട്ട് പോയി. ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആണ് കേട്ടോ. രാവിലെ ഞാൻ നീക്കുമ്പോൾ ഇന്ന് നന്നായിട്ട് പ്രൊഡക്റ്റീവായിട്ട് പഠിക്കണമെന്നൊക്കെയാണ് വിചാരിച്ചു. പക്ഷേ ഞാൻ എണീക്കാൻ കുറച്ച് ചെറുതായിട്ടൊന്ന് വഴുകി. സാരല്ല, 8:30 ആയിട്ടുള്ളൂ, ഇനിയും പഠിക്കാം, ഇനിയും പ്രൊഡക്റ്റീവ് ആവാൻ ടൈമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ റൂമിലുള്ള ചെടികൾക്കൊക്കെ വെള്ളം കൊടുത്തിട്ടാട്ടോ സ്റ്റാർട്ട് ചെയ്യണത്. നമ്മൾ മാത്രം ഫുഡ് കഴിച്ചാൽ പോരല്ലോ, ഇവർക്കും ഇടയ്ക്കൊക്കെ എപ്പോഴെങ്കിലൊക്കെ വെള്ളം കൊടുക്കണ്ടേ. ഇവർക്ക് ഞാൻ കുറേ കാലമായിട്ട് പട്ടിണി ഇട്ടിട്ടാണ്, വെള്ളമൊന്നും കൊടുത്തിട്ടേ ഇല്ല. ഇപ്പോൾ പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എപ്പോഴെങ്കിലൊക്കെ വെള്ളം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ അതിന് വെള്ളം കൊടുത്തപ്പോൾ ഇതിന് സങ്കടം ഉണ്ടാവും വിചാരിച്ചിട്ട് ഈ പ്ലാസ്റ്റിക് ചെടിക്കും ഞാൻ വെള്ളം കൊടുത്തിട്ടുണ്ട് കേട്ടോ. പാവം, അതും ജീവിച്ചു പോട്ടെ. ഞാൻ രാവിലെ പഠിക്കാമെന്ന് വിചാരിച്ച് നീച്ചതായിരുന്നു. അപ്പോഴാണ് പറഞ്ഞത് പണി എടുത്തിട്ട് പഠിച്ചാൽ മതി എന്ന് ഒരു വൃത്തികെട്ട ശബ്ദം എവിടെ നിന്നോ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു.
വേറെ ആരുടെ അല്ല, അതെൻ്റെ താത്താൻ്റെയാണ്. അപ്പോൾ പിന്നെ ഒരു തൊയിരം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോയി അടിച്ചോരിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു തൊയിരം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വേഗം പോയിട്ട് പണി എടുത്തിട്ട് പിന്നെ പണി കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാമെന്നാണ് ഇപ്പോഴത്തെ എൻ്റെ പ്ലാൻ. ഒന്ന് പഠിച്ച് നന്നാവാന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെങ്കിലൊക്കെ അടുത്ത പണി വേറെ എവിടെന്നെങ്കിലൊക്കെ കിട്ടും. ഞാൻ പിന്നെ പണിയെടുക്കാതിരിക്കാനാണ് നേരത്തെ തന്നെ പഠിക്കാൻ പോകാന്നുള്ള രീതിക്ക് പോയി ഇരിക്കാൻ നിന്ന്. പക്ഷേ പണി പാളി, പണിയെടുക്കാൻ തന്നെ പറഞ്ഞു കേട്ടോ. ഇത് എൻ്റെ പുതിയ വേസ്റ്റ് ബാസ്ക്കറ്റ് ആണ് കേട്ടോ. ഇത് എവിടുന്നോ കിട്ടിയതാണ്. അത് ഞാനെടുത്ത് ഇവിടെ വേസ്റ്റ് ബാസ്ക്കറ്റാക്കി വെച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി വെച്ചു കേട്ടോ. അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനൊരു മൂഡ് ഉണ്ടാവുമെന്ന് വിചാരിച്ച് ക്ലീൻ ചെയ്തിട്ട് പഠിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാൻ തീരെ മൂടുണ്ടായിരുന്നില്ല. ഇവിടെ നമ്മുടെ താത്താൻ്റെ കുട്ടിയുണ്ട് കേട്ടോ. രാവിലെ ഒരു നോമ്പ്, ഉച്ചക്കൊരു നോമ്പ്, വൈകുന്നേരം ഒരു നോമ്പ്, അങ്ങനെയാണ് അവളുടെ ഷെഡ്യൂള്. അപ്പോൾ ഇപ്പോൾ രാവിലത്തെ നോമ്പ് തുറവിക്കുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് കുറച്ച് ബ്രെഡ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നെയ്യിൽ ഒന്നിട്ട് പൊരിച്ച് അമർത്തി കൊടുക്കുകയാണ്. ബ്രെഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ രണ്ടാം ഭാഗം നോമ്പ് പിന്നെയും തുടങ്ങിയിട്ടുണ്ട്. ഇത് അവളുടെ രണ്ടാം ഭാഗം നോമ്പിൻ്റെ അത്താഴമാണ് തോന്നുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും പഠിക്കാം എന്നുള്ളൊരു വിചാരത്തിൽ ഞാൻ ഡെസ്കിൻ്റെ മുകളിൽ ഡെസ്കിൻ്റെ അവിടെ പോയി ഇരുന്നു. പിന്നെ ഞാൻ ഡേറ്റ് നോക്കിയപ്പോൾ നാളെ 1-ാം തീയതിയാണ്. എന്തുകൊണ്ടും 1-ാം തീയതിയാണ് നമുക്ക് എങ്ങനെ നന്നാവാൻ പറ്റിയൊരു സമയം. അപ്പോൾ നമുക്ക് നാളെ തൊട്ട് നന്നായിട്ട് പഠിക്കാൻ തുടങ്ങാം. അങ്ങനെ ഞാൻ ടൈം ടേബിൾ എഴുതിയെടുക്കാം എന്ന് വിചാരിച്ചു. നാളെ തൊട്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഷെഡ്യൂളാണ് കേട്ടോ. നാളെ 4:30 നീക്കണം. അങ്ങനെ കറക്റ്റ് ഞാൻ ടൈമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നാളെ കാണാൻ എന്താവുമെന്ന്. നാളെ ഇത് ഇൻഷാല്ലാ ഞാൻ കറക്റ്റായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു അടിപൊളി സ്റ്റഡി വ്ളോഗ് എടുക്കും കേട്ടോ. ഈ ഒരു ടൈം ടേബിളിനനുസരിച്ച് ഞാൻ കറക്റ്റ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാനൊരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറെങ്കിലും ആയിരിക്കും. നിങ്ങൾക്ക് ഇതേപോലത്തെ എന്തെങ്കിലും സ്റ്റഡി മോട്ടിവേഷനോ സ്റ്റഡി ടൈപ്പ് ഓഫ് എന്തെങ്കിലും ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ പറയണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു ടൈം ടേബിളിൽ ഞാൻ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. 4:30 എണീക്കുന്നു. 4:30 മുതൽ ഒരു 5 മണി വരെ നമുക്ക് ഇപ്പോൾ നോമ്പാണല്ലോ, അപ്പോൾ അത്താഴം കഴിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രഷ് ആവുക, അതൊക്കെ ആയിരിക്കും. പിന്നെ ഒരു 5 മണി മുതൽ ഒരു 5:35 5:30 to 35 വരെ നമുക്ക് പ്രെയർ. അത് കഴിഞ്ഞ് പഠിക്കാൻ പോകാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ. 5:40 മുതൽ 6:30 വരെ ഒരു പഠിക്കൽ. പിന്നെ ഒരു 15 മിനിറ്റ് ബ്രേക്ക്. പിന്നെയും പഠിക്കുക, പിന്നെയും ബ്രേക്ക്, പിന്നെയും പഠിക്കുക, പിന്നെയും ബ്രേക്ക്. അങ്ങനെ പഠിച്ച് ആ ഒരു ബുക്ക് മൊത്തം നമ്മളൊന്ന് പഠിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇതൊക്കെ ഞാൻ എല്ലാ കൊല്ലവും ഉണ്ടാക്കാറുള്ളതാണ്. കറക്റ്റായിട്ട് ചില സമയങ്ങളിലൊക്കെ ഞാനിത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 4:30 തന്നെ എണീക്കണം. അഥവാ ഞാൻ വൈകി എണീച്ചാൽ ആ ഒരു ദിവസത്തെ ടൈം ടേബിൾ മൊത്തം കൊളായി. അങ്ങനെയൊക്കെ ഉണ്ട്. എനിക്ക് ഭ്രാന്താണ് ഗൈസ്. ഇപ്പോൾ മാർച്ച് ആവാനായല്ലോ. മാർച്ച് ആയി തന്നെ വേണമെങ്കിൽ പറയാം. 10th എക്സാം ആവാനായി. അതേപോലെ തന്നെ +1 +2കാർക്ക് എക്സാം ആവാനായി. എല്ലാ ഫൈനൽ ഇയേഴ്സിനും എക്സാമാണ് ഇപ്പോൾ അല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ ഒരു പഠിക്കലിൻ്റെ ആ ഒരു തിരക്കിലായിരിക്കും എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്തായാലും ഇനി മുതൽ സ്റ്റഡി വ്ളോഗ്സ് ഇടാനായിട്ട് ശ്രമിക്കും. എല്ലാവരും എന്തായാലും കാണണുണ്ടോ. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. ഇത്രയും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ ഇത്ര ഒരു പണി? ജസ്റ്റ് ഒന്ന് തൊട്ടാൽ പോരെ. ജസ്റ്റ് ആ ലൈക്കിൽ തൊടുക. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അങ്ങനെ പഠിക്കലൊക്കെ കഴിഞ്ഞ് മടുത്ത് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ച് ഡ്രസ്സപ്പ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ എൻ്റെ ഡ്രസ്സപ്പ് ചെയ്യലും കഴിഞ്ഞു. എങ്ങടാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനും മാത്രം എവിടേക്കും പോകണമെന്നില്ല. ജസ്റ്റ് ഒന്നരപ്പുറം വരെ പോകണമെന്നുള്ളൂ. ഗൈസ്, എനിക്കിങ്ങനത്തെ വലിയ ലോങ് വീഡിയോസൊക്കെ ഇടണമെന്നും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ പ്രതീക്ഷിക്കുന്ന അത്ര സപ്പോർട്ട് എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. ദാറ്റ് മീൻസ് നിങ്ങൾ ലൈക്ക് ചെയ്താലുള്ളൂ ഇതേപോലത്തെ വേറെയുള്ളവർക്ക് എൻ്റെ വീഡിയോസൊക്കെ എത്തുള്ളൂ. സോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഇമ്മ അവിടെ ചിക്കൻ പൊരിക്കുന്ന തിരക്കിലായിരുന്നു. ഇന്നാണെങ്കിൽ എൻ്റെ വീട്ടിൽ ബിരിയാണിക്കായിരുന്നു കേട്ടോ. നോമ്പറേൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.